ഇത് കണ്ട എന്റെ ദൈവമേ, ഇത് എന്നതാ ഞാൻ ചെയ്യണ്ടേ? എനിക്കിത് വെട്ടാനും അറിയത്തില്ല, ഇത് വെക്കാനും അറിയത്തില്ല, ഞാനിട്ട് കഴിക്കൂല. അത് തന്നെ വലിച്ചുകൊണ്ട് വന്നേക്കുന്നുണ്ടോ? ഓ, എൻ്റെ ഒരു ഗതികേടേ. ഞാൻ പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ, എനിക്ക് ഇറച്ചി മീനൊന്നും പറ്റൂല. പക്ഷെ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കും. കണ്ടോ എൻ്റെ ഒരു ഗതികേട് കണ്ടോ? ഇതെങ്ങനെ വെക്കും ഭഗവാനെ? അയ്യോ, കൊണ്ടുപോയി കൊണ്ടുപോയി, അയ്യോ കൊണ്ടുപോയി. എന്റെ ദൈവമേ, നീ എന്നാ പറയും? ഞാൻ എന്റെ ദൈവനെ ഇത് കൊണ്ടുപോയില്ല. മീൻ വെട്ടി കഴിഞ്ഞോ? അയ്യോ കൊണ്ടുപോയി. ആര് കൊണ്ടുപോയി? എന്നാ കൊണ്ടുപോയി? മീൻ കൊണ്ടുപോയി. മീൻ കൊണ്ടുപോയോ? ആര് കൊണ്ടുപോയി? ഞാൻ ഈ മീനകത്ത് വെച്ചിട്ടേ കറുക്കത്തി എടുക്കാൻ പോയതാ, മീൻ നന്നാക്കാൻ. നീ തിന്നില്ലാത്തോണ്ട് നീ മനഃപൂർവ്വം ആർക്കോ പട്ടിക്കാരെ കൊണ്ട് കൊടുത്താ. പട്ടിയാണോ പൂച്ചയാണോ ഇവിടെ മയിലാണോ ആരാന്നറിയില്ല. ഞാൻ പോകുമ്പോ ഇവരൊന്നും ഇവിടെ ഉണ്ടായിരുന്നു. കുയില് എന്താണ് മര്യാദക്ക് ആരാന്ന് കാണാതെ പറയാൻ പറ്റിയല്ലോ. ആര് കണ്ടാലും കണ്ടില്ലേലും നീ കൂട്ടില്ലാത്തോണ്ട് നീ മനഃപൂർവ്വം ചെയ്തൊരു കാര്യമാണിത്. നീ അതുകൊണ്ട് ഉച്ചയാകുമ്പോൾ എനിക്ക് മീൻകറി കിട്ടിയില്ലേലും അത് കഴിഞ്ഞിട്ട് നീ പരിക്കാത്ത കയറിയാൽ മതി. അയ്യോ, അല്ലെ നീ പരിക്കാത്ത കയറിയ പട്ടിയോട് ചോദിച്ചാലും വേണ്ട, നീ പോയി പട്ടിയോട് ചോദിക്കേ. ആരോടാണ് പോയി മേടിച്ചോണ്ട് വന്ന് പരിക്കാത്ത കയറിയാൽ മതി. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം നിനക്കറിയാലോ. എനിക്കിതൊന്നും അറിയണ്ട, ആരെടുത്താലും വേണ്ട. നീ മര്യാദയ്ക്ക് ആ സാധനം കറി വെച്ച് എനിക്ക് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വേറെ സാധനം എവിടെയാ കൊണ്ടുപോകണ്ട? ഞാൻ 100-300 കൊടുത്ത് മേടിച്ചേൻ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഉച്ചയ്ക്ക് കറി കിട്ടണം, അല്ലെങ്കിൽ നീ പെരക്കാത്ത കയറിയേക്കില്ല. ഇന്ന് കയറിയേക്കില്ല. പട്ടി പോയ പറയുക എവിടെ പോയാലും വേണ്ട, നീ പെരക്കാത്ത കയറി പോകല്. കപ്പ കറിച്ച് നിന്റെ ആർക്കൊണ്ട് കൊടുക്കണമെന്നറിയോ? ഞാൻ പറയുന്നില്ലേ, ഞാൻ കപ്പ കറി വെക്കാൻ പോണവള്.